അതെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാനാണ് ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. എന്താണെന്നല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാം, ഡേ ടു ഡേ നമ്മുടെ ഫ്യൂവൽ ചാർജിനൊക്കെ ഇങ്ങനെ നല്ല രീതിക്ക് വില വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുക. ഒരു പക്ഷേ ഒരവസ്ഥയിൽ നമുക്ക് ഫ്യൂവൽ കിട്ടുമെന്ന് തന്നെ സംശയമാണ്. എന്നാൽ അന്നത്തേക്കുള്ളൊരു സൊല്യൂഷനുമായിട്ടാണ് ഞാൻ ഇന്നതാ നിങ്ങൾക്ക് മുന്നിലെത്തിയിട്ടുള്ളത്. എന്താണെന്നല്ലേ, വാ കാണിച്ചു തരാം. അത് എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? മറ്റൊന്നുമല്ല, നമ്മുടെ ചെറിയനാട് അഖിൽ വിഷയലിൽ എലസ്കോ ഇലക്ട്രിക് സ്കൂട്ടറിന് നല്ല വമ്പിച്ച ഓഫറുകളാണുള്ളത്. നല്ല കിടുക്കാച്ചി ഓഫേഴ്സ്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം, വാ. നമ്മുടെ സ്ത്രീകൾക്കും കുട്ടികൾക്കേ മെയിനായിട്ട് ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് നമ്മളിങ്ങനെ റിവേഴ്സ് ഒക്കെ എടുക്കാൻ നേരത്തെ ഇങ്ങനെയൊക്കെ നോക്കി പോകുന്നത്. അപ്പം നമ്മുടെ ഈ എലസ്കോ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനൊരു പരിഹാരം ഉണ്ട് കേട്ടോ. എന്താണെന്നല്ലേ, വാ കാണിച്ചു തരാം. ഞാനിപ്പോൾ നിൽക്കുന്നത് ചെറിയനാടുള്ള നമ്മുടെ എലസ്കോയുടെ ഷോറൂമായ അഖിൽവിഷനിലാണ്. ഇവിടെ നമുക്ക് ഈ ഒരു എലസ്കോ സ്കൂട്ടറിനെ കുറിച്ചിട്ട് ആധികാരികമായി പറയാൻ നമ്മളോടൊപ്പം ഇവിടുത്തെ മാനേജിംഗ് ഡയറക്ടറായ അനിയൻ സാർ ഉണ്ട്. അപ്പം നമുക്ക് എലസ്കോയെ കുറിച്ചും അതിന്റെ ബാക്കി ഗുണങ്ങളും ഒക്കെ നമുക്ക് അനിയൻ സാറിനോട് നേരിട്ട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഹായ് സർ, അനിയൻ അല്ലേ? ഓക്കെ, നമ്മൾ എത്ര വർഷമായി നമുക്ക് ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ? ഞങ്ങൾ ബിസിനസ് ഫീൽഡിൽ വന്നിട്ട് 25 വർഷമായി. ഇപ്പം നമ്മൾ ഒരു വർഷം കൊണ്ട് എലസ്കോ ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ഷോറൂം നമ്മുടെ ചെറിയനാട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഇവിടെ ഏകദേശം ഒരു 100 വണ്ടികളോട് നമുക്ക് സെയിൽ ചെയ്തിട്ടുണ്ട് ഇതിനോടകം തന്നെ ഈ ഒരു വർഷത്തിനിടയ്ക്ക്. ഈ ഒരു എലസ്കോ സ്കൂട്ടറിനെ കുറിച്ചിട്ട് അറിയാം. ഇപ്പം ധാരാളം ആളുകൾക്ക് ഇങ്ങനെ ഒരു വണ്ടി ചൂസ് ചെയ്യാനൊരു ആഗ്രഹം കാണും. പക്ഷേ എന്നിരുന്നാലും നമുക്ക് സാധാരണ ജനങ്ങൾക്കിടയിൽ ഒരു ഭയമുണ്ട്. കാരണം നമ്മളിപ്പം ഡേ ടു ഡേ കാണുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി കത്തുന്നു, അല്ലെങ്കിൽ കറണ്ടിന്റെ വണ്ടിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. അപ്പം ഈ വന്ന കാലത്ത് ഫ്യൂവലിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തുകൊണ്ടും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ് ഇതുപോലുള്ള ഇലക്ട്രിക് സ്കൂട്ടർ. പക്ഷേ നമ്മുടെ പ്രേക്ഷകർക്ക്, നമ്മുടെ ജനങ്ങൾക്ക് ഇതിനെ കുറിച്ചുള്ള മെറിറ്റ്സും ഡിമെറിറ്റ്സും ഒക്കെ അത്ര കറക്റ്റ് ആയിട്ട് അറിയത്തില്ല. അപ്പൊ അത് ഒന്ന് ഇതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അവർക്കായിട്ട് വേണ്ടി ഒന്ന് വിശദീകരിക്കാം. മാഡം ചോദിച്ച ചോദ്യം കറക്റ്റാണ്. വർഷങ്ങൾക്ക് മുമ്പ് പല ഏരിയകളിലും വണ്ടികൾ കത്തിയിട്ടുണ്ട്. അത് ഇപ്പോൾ ഇറങ്ങുന്ന വണ്ടിയുടെ കാറ്റഗറി വരുന്ന ബാറ്ററികളല്ല. ഇപ്പം നമ്മുടെ ബാറ്ററി വരുന്ന ലെഡ് ആസിഡ് ലിഥിയം ബാറ്ററികളാണ് വരുന്നത്. അത് വാട്ടർ പ്രൂഫാണ്, ഫയർ പ്രൂഫാണ്, അത് കമ്പനി പ്രൂഫ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഇതിൽ നിന്ന് ഇപ്പം നമുക്ക് തരുന്നത് ഇപ്പം ഏറ്റവും കൂടുതൽ വണ്ടികൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇലക്ട്രിക് സ്കൂട്ടറുകളാണ്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ വണ്ടി ഇപ്പം നമുക്ക് 50 കിലോമീറ്റർ തൊട്ട് 120 കിലോമീറ്റർ വരെ പോകാൻ നമുക്കൊരു 10 രൂപയുടെ ആവശ്യമേ വരുന്നുള്ളൂ. അത് അങ്ങനെ ഒന്നാമത്തെ കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഇതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് കുറവാണ്. മെയിൻ്റനൻസ് കോസ്റ്റ് കുറവാണ്. പിന്നെ വലിയ വണ്ടികളുടെ പോയിട്ട് തന്നെ അതിന് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് ഇതിനകത്തിൽ. അങ്ങനെയുള്ള ആളുകൾക്ക് കൂടുതൽ ഇപ്പം ഇതിനകത്തിൽ മെയിനായിട്ട് പറയുന്നത്, പിന്നെ കമ്പനി പറയുന്നതും സർക്കാർ പറയുന്നതും ഹെൽമെറ്റ്, രജിസ്ട്രേഷന്, ടാക്സ്, ഈ കാര്യങ്ങൾ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി വേണമെങ്കിൽ ഹെൽമെറ്റ് ഉപയോഗിക്കാം. മെയിനായിട്ട് ലൈസൻസ് വേണ്ട. 18 വയസ്സിൽ താഴെയുള്ളവർക്ക് ഉപയോഗിക്കാമെന്നാണോ പറയുന്നത്? അറിയാം. 18 വയസ്സ് നമുക്ക് ഏകദേശം ഒരു 14 വയസ്സ് മേലോട്ടുള്ള കുട്ടികൾക്ക് ഈ ഒരു വണ്ടി ഉപയോഗിക്കാം. പിന്നെ ഹെൽമെറ്റ് മസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സേഫ്റ്റി നമ്മൾ നോക്കുക. അല്ലാതെ ഇത് മറ്റ് ഗവൺമെന്റ് ഇതായിട്ട് പറയുന്നില്ല ഹെൽമെറ്റ് വേണം, ലൈസൻസ് വേണമെന്നൊക്കെ, അല്ലേ? ലൈസൻസ് ഓൾറെഡി ലൈസൻസ് വേണ്ട, നോ രജിസ്ട്രേഷൻ കാറ്റഗറി എന്ന വണ്ടിയാണ്. ഇതിന്റെ മോഡലും നമ്മൾ ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മൾ മറ്റു വണ്ടികളെ അപേക്ഷിച്ച് അതിനോടൊപ്പം നിൽക്കുന്ന മോഡൽസും ആണ്. ഇവിടെ കുറെ മോഡൽസ് ഞാൻ കണ്ടു, നല്ല ഭംഗിയുണ്ട്. പുറമേ നോക്കുമ്പോൾ ഉള്ള ഭംഗി മാത്രം പോരല്ലോ നമുക്ക്. അപ്പം അതിന്റെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മാഡം, നമ്മുടെ വണ്ടി എന്ന് പറഞ്ഞാൽ ഇത് ഇന്ത്യൻ മെയ്ഡാണ്. ഡൽഹി, ബോംബെ, ബാംഗ്ലൂർ, അഹമ്മദാബാദ് അതിൻ്റെ പ്ലാന്റ് ഉള്ളത്. ഇതിലെന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിനകത്ത് ഇപ്പോൾ 4 ഇടത്തിൻ്റെ ഷോറൂമുകളുണ്ട്. പിന്നെ ഇതിൽ നിന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന വണ്ടികളെന്ന് പറഞ്ഞാൽ 9 മോഡലിൽ 5 കളറുകളിലായിട്ട് വണ്ടി ഇരിക്കുന്നത്. എല്ലാത്തിനും എല്ലാത്തിനും ഓരോ ഫീച്ചേഴ്സാണ് വരുന്നത്. അതുപോലെ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ലെഡ് ആസിഡ് ബാറ്ററി വെച്ച് കൊടുക്കുന്നത്, ലിഥിയം ബാറ്ററി വെച്ച് കൊടുക്കുന്നത്. കസ്റ്റമറുടെ താല്പര്യം ഏതാണെന്ന് വെച്ചാൽ അതാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. കസ്റ്റമൈസേഷൻ ഉണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. കസ്റ്റമർക്ക് ഏതാ അവർക്ക് താല്പര്യം എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന 50 കിലോമീറ്റർ തൊട്ട് 120 കിലോമീറ്റർ വരെ ഓൾറെഡി പോകുന്ന വണ്ടികളാണ് ഇപ്പം നമ്മുടെ കയ്യിലുള്ളത്. ഇതിന്റെ പ്രൈസ് റേഞ്ച് ഒക്കെ എങ്ങനെയാണ് വരുന്നത്? പ്രൈസ് റേഞ്ച് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു 50 രൂപ തൊട്ട് 98 രൂപ വരെയുള്ള വണ്ടികൾ. 50 രൂപ ശരിക്കും നല്ലൊരു നോ രജിസ്ട്രേഷൻ കാറ്റഗറി വരുന്ന വണ്ടി ആയതുകൊണ്ട് തന്നെ ഒരു 50 രൂപയുടെ ഇതിൽ വരുന്നുണ്ട്. 50 രൂപ നമുക്ക് സ്റ്റാർട്ടിംഗ് ഉണ്ട്. 50 രൂപ തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഇതിന്റെ സ്റ്റോറേജ് കപ്പാസിറ്റി ഒക്കെ നോർമലി ഒരു വണ്ടി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു 35 ലിറ്റർ ഡിക്കി സ്പേസ് ആണ് വരുന്നത്.
ഇതിൻ്റെ ചാർജറാണ് ഇത് വരുന്നത്. ചാർജറിന് 1 ഇയർ വാറണ്ടിയാണ്. എന്നിട്ട് ചെയ്സ് മോട്ടർ കൺട്രോളർ ചാർജർ ബാറ്ററി ഇത് 1 ഇയർ വാറണ്ടിയാണ്. പിന്നെ ബാറ്ററി എന്ന് പറഞ്ഞാൽ ലെഡ് ആസിഡ് ബാറ്ററിയാണ്, ലിഥിയം ബാറ്ററിക്ക് 3 വർഷത്തെ വാറണ്ടിയാണ് കൊടുക്കുന്നത്. പിന്നെ മൈലേജ് എത്രയാണ്? ലെഡ് ആസിഡ് ബാറ്ററി വെക്കുവാണെങ്കിൽ അത് കസ്റ്റമറുടെ താല്പര്യം പ്രകാരം നമുക്ക് 30 എച്ചിൻ്റെ ബാറ്ററി ഉണ്ട്, പിന്നെ അത് 32 എച്ചിൻ്റെ ഉണ്ട്, 40 എച്ചിൻ്റെ ബാറ്ററി ഉണ്ട്. അവരുടെ കസ്റ്റമർ എന്തുവാണ്, ഒരു കസ്റ്റമർ ജെന്യൂനായിട്ട് ഒരു ടീച്ചറാണ് വരും വന്നിട്ട് ആ ടീച്ചർ പറയും എനിക്ക് ഡെയിലി ഒരു 10 കിലോമീറ്റർ 20 കിലോമീറ്റർ പോയാൽ മതി. അതിന് അവർ വെക്കുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് 50 കിലോമീറ്റർ പോകുന്ന ഒരു ബാറ്ററി ആയിരിക്കും വെക്കുന്നത്. അതിനനുസരിച്ച് കസ്റ്റമറുടെ താല്പര്യപ്രകാരം നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഇപ്പോൾ ഇത് 35 ലിറ്റർ ഡിക്കി സ്പേസ് ആണ് ഇതിന് വരുന്നത്. അത്യാവശ്യം നല്ലൊരു സ്പേസ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. പിന്നെ ഫ്രണ്ടിൽ ഒരു സിലിണ്ടർ വെക്കാൻ ഒരു ഗ്യാസ് കുറ്റി എല്ലാവരും തീർച്ചയായിട്ടും ഞാൻ അത് ശ്രദ്ധിച്ചൊരു കാര്യമാണ്. അത്യാവശ്യം നമ്മുടെ നോർമലി ഒരു വണ്ടി അപേക്ഷിച്ച് നോക്കിയാൽ നല്ല രീതിക്കുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഫോണ് മറ്റു കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയുള്ള നമ്മുടെ ഇതിനകത്ത് തന്നെ നമുക്ക് ഫോൺ ചാർജ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടല്ലേ. ഓക്കെ, ഒരു ചാർജിംഗ് പോർട്ടും ഇവിടെ ഉണ്ട്. ചാർജിംഗ് പോർട്ട് ഉണ്ട്. പിന്നെ സാധാരണമായിട്ട് ലേഡീസ് വരും ആദ്യം ചോദിക്കുന്നത് നമുക്കൊരു സിലിണ്ടർ വെച്ചോണ്ട് പോകാൻ പറ്റുമെന്ന് ആദ്യം ചോദിക്കുന്നത്. നല്ല സ്പേസ് എല്ലാ വണ്ടിക്കും ഉണ്ട് മാഡം, എല്ലാ വണ്ടിക്കും നല്ല സ്പേസ് ഉണ്ട്. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഔട്ട്ലുക്ക് സൂപ്പറാണ്. അതേപോലെ തന്നെ ഗുണം ഉണ്ടാവും അല്ലേ വണ്ടിക്ക് അതുപോലെ വണ്ടിക്ക് എന്ന് പറഞ്ഞാൽ കമ്പനി അതുപോലത്തെ കമ്പനി ഇന്ത്യൻ കമ്പനി ആയതുകൊണ്ട് നമുക്ക് ഏത് സമയത്ത് നമുക്കിവിടെ സർവീസ് സെന്റർ ഇവിടെ തന്നെ ഉണ്ട്. പുറത്തൊന്നും പോകേണ്ട കാര്യം ഞങ്ങൾക്ക് തന്നെ ഇവിടെ സർവീസ് EMI ഉണ്ട്. ബജാജിന് EMI നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. EMI ഫെസിലിറ്റീസും കാര്യങ്ങളും എല്ലാം നമ്മുടെ സാധാരണ ഒരു വണ്ടി എടുക്കുന്ന ഉള്ള എല്ലാ ബെനിഫിറ്റ്സും നമുക്ക് ഇതിലും കിട്ടുന്നുണ്ട്. അത് ഈ വന്ന കാലത്ത് അറിയാം നമുക്ക് മുന്നോട്ടുള്ള പെട്രോളിന്റെ ഒക്കെ ഇനി കിട്ടുമെന്ന് തന്നെ അറിയത്തില്ല. ആ ഒരു ലെവലിലാണ്. ആ ഒരു സിറ്റുവേഷനിൽ എന്തുകൊണ്ടും ആർക്കും ചൂസ് ചെയ്യാവുന്നൊരു വണ്ടിയാണ് എലസ്കോ ഇലക്ട്രിക് സ്കൂട്ടർ. അതേപോലെ നമ്മുടെ കസ്റ്റമേഴ്സിനൊക്കെ എടുത്ത് അറിയാൻ ആകാംക്ഷയുള്ള ഒരു കാര്യമാണ്, അവർക്ക് മെയിനായിട്ട് അറിയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ വണ്ടിയുടെ സർവീസിങ്ങും കാര്യങ്ങളൊക്കെ. നമ്മളിപ്പോൾ ഇവിടുന്ന് ഒരു വണ്ടി എടുക്കുമ്പോൾ നമ്മളിത് മറ്റൊരിടത്ത് കൊണ്ടുവന്ന് സർവീസ് ചെയ്യണോ അതോ എങ്ങനെയാ സർവീസിംഗ് ഒക്കെ ഇവിടെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, എന്താണ് കാര്യം? മേഡത്തിനോട് ആദ്യം തന്നെ സൂചിപ്പിച്ചാലും നമ്മൾ 25 വർഷം കൊണ്ട് സർവീസ് ഫീൽഡിൽ നിൽക്കുന്നതാണ്. നമ്മളിവിടെ തന്നെ ടെക്നീഷ്യന്മാരുണ്ട്. നമ്മളിവിടെ തന്നെ ടെക്നീഷ്യനുണ്ട്. വണ്ടിയുടെ ഏത് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ പോലും നമ്മളത് പരിഹരിച്ചു കൊടുക്കും. അത് നമ്മൾ ശരിയായിട്ട് തന്നെ കൊടുക്കും. പിന്നെ വാറണ്ടിയുടെ കാര്യം വേണം ചോദിച്ചിട്ടുണ്ട്. വാറണ്ടി എന്ന് പറയുന്ന സംഭവം ലെഡ് ആസിഡ് ബാറ്ററിയാണ് 1 ഇയർ വാറണ്ടിയാണ്. ലിഥിയം ബാറ്ററിയാണ് 3 ഇയേഴ്സ് വാറണ്ടിയാണ്. അത് ലെഡ് ആസിഡ് ബാറ്ററിയാണ് നമ്മൾ ആ സ്പോട്ടിൽ മാറി കൊടുക്കും. ലിഥിയം ബാറ്ററി ആണെന്നുണ്ടെങ്കിൽ ടൈം എടുത്ത് മാറി കൊടുക്കും. പക്ഷെ ആ സമയത്ത് അവർക്ക് വണ്ടി ഓടിക്കാനുള്ള സ്പെയർ ബാറ്ററി നമ്മൾ കൊടുക്കും. എന്തുകൊണ്ടും നമ്മൾ വണ്ടി എടുത്തെന്ന് വെച്ച് കസ്റ്റമർ ഒരിക്കലും ബുദ്ധിമുട്ടേണ്ട ഒരു അവസ്ഥ ഉണ്ടാവത്തില്ല. ഇൻ കേസ് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾ ഇവിടുന്ന് വണ്ടി എടുക്കുന്ന സമയത്ത് ഇവിടെ തന്നെ കൊണ്ടുവന്നാൽ മതി. ഒരു സർവീസിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. 100% ഗ്യാരണ്ടി. എനിക്കിപ്പോൾ പെട്ടെന്നൊരു വണ്ടി വേണമെന്ന് വെച്ചോ, അപ്പം നമ്മൾ സാധാരണ ഒരു ഷോറൂമിലൊക്കെ പോയി തിരക്കി എൻക്വയറി ഇട്ട് ചിലപ്പോൾ സ്റ്റോക്ക് കാണത്തില്ല, അത് സ്റ്റോക്ക് വരണം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പേപ്പർ വർക്കൊക്കെ ആയിട്ട് 1-2 ദിവസത്തെ ഡിലേ ഉണ്ടാവും. അപ്പം എനിക്കിപ്പോൾ ഇവിടെ ഒരു വണ്ടി എടുക്കണമെന്ന് വെച്ചാൽ എനിക്ക് എത്ര ദിവസം കൊണ്ട് കിട്ടും വണ്ടി? മാഡം നമുക്കിവിടെ ദിവസങ്ങൾ എടുക്കത്തില്ല. കാരണം EMI ആണ് മാഡത്തിന് 15 മിനിറ്റ് കൊണ്ട് EMIയുടെ കാര്യങ്ങൾ സിബിൽ മാഡത്തിന്റെ കറക്റ്റ് ആണെന്ന് 15 മിനിറ്റ് കൊണ്ട് വണ്ടി നമുക്ക് ഇവിടുന്ന് റെഡിയാവും. അത്ര ഫാസ്റ്റ് ആയിട്ട് ഡെലിവറി ചെയ്യും. റെഡി ക്യാഷ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു അരമണിക്കൂറിനുള്ളിൽ നമുക്ക് വണ്ടി എടുക്കാം. ഓൾറെഡി നമ്മുടെ വണ്ടി സെറ്റ് ഉണ്ട്. അത് സെറ്റ് ചെയ്യുന്ന സമയം മാത്രം നമുക്ക് എടുക്കുന്നു. രാവിലെ ഒരാൾ വന്ന് വണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ 2 മണിക്കൂറിനുള്ളിൽ വണ്ടി പാർട്സ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത ആ ഒരു ടൈമിൽ നമുക്ക് എടുക്കുന്നുള്ളൂ. കസ്റ്റമർക്ക് അത്ര ഒരു ഡിലേ വരുന്നുള്ളൂ. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വണ്ടി കൊണ്ട് പോകാം. 2 മണിക്കൂറിനുള്ളിൽ നമുക്ക് വണ്ടി ഡെലിവറി ചെയ്യാം. ഇതൊരു നല്ലൊരു ഫെസിലിറ്റിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ SSLCയും +2 ഒക്കെ കഴിഞ്ഞിട്ട് കുട്ടികളൊക്കെ നിൽപ്പുണ്ട്. ലൈസൻസിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത സ്ഥിതിക്ക് ഇപ്പം മക്കൾക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇവിടെ അഖിൽഫിഷിലോട്ടേക്ക് പോരാ. മാഡം ഇപ്പം ചോദിച്ചിടയ്ക്ക് ഒരു സന്തോഷ വാർത്ത കൂടെ അതിൻ്റെ കൂടെ ഉണ്ട്. എന്താണ്? നമ്മളിപ്പം കമ്പനി ഇപ്പോൾ ഒരു ഓഫർ കൊടുക്കുന്നുണ്ട്. +2 +1 SLC ഈ കുട്ടികൾക്ക് 5 A+ കൂടുതലുള്ളവർക്ക് 5000 രൂപയുടെ ഓഫർ വെച്ചിട്ടുണ്ട്. അത് വലിയൊരു കാര്യമാണല്ലോ. എത്ര ടൈം വരെ ഉണ്ടോന്ന് കറക്റ്റായിട്ട് നമുക്ക് പറയാം. കമ്പനി ഇട്ടൊരു ഓഫറാണ്. ഏത് സമയത്തും അത് ക്യാൻസൽ ആവാൻ പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇപ്പം നിലവിലുണ്ട്. അപ്പം +1 +2 SSLCക്ക് 5 A+ കൂടുതൽ കരസ്ഥമാക്കിയ ഏതൊരാൾക്കും എലസ്കോയിൽ വന്നു കഴിഞ്ഞാൽ 5000 ഡിസ്കൗണ്ട് ഉണ്ട് അല്ലേ? കറക്റ്റ്. അപ്പം ഗിഫ്റ്റ് കൊടുക്കാൻ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവർ ഒട്ടും വൈകിക്കേണ്ട. എത്രയും പെട്ടെന്ന് നമ്മുടെ ചെറിയനായിട്ടുള്ള അക്വിസിഷനിലോട്ട് പോരുക. നല്ല ഭംഗിയിലുണ്ട്, നല്ല കളറും നല്ല മോഡൽസും ഒക്കെ ആയിട്ട് കുറേ വണ്ടികൾ ഇവിടെ ഉണ്ട്. നല്ല രീതിക്കുള്ള സ്റ്റോക്ക് ഉണ്ട്. അപ്പം വണ്ടി വേണം എന്നുള്ളവർ പെട്ടെന്ന് തന്നെ പോരുക. വേഗം തന്നെ വണ്ടിയായിട്ട് പോവാം അല്ലേ? കറക്റ്റ് മാഡം.
നമ്മുടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മെയിനായിട്ട് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് നമ്മളിങ്ങനെ റിവേഴ്സ് ഒക്കെ എടുക്കാൻ നേരത്തെ ഇങ്ങനെയൊക്കെ നോക്കി പോകുന്നത്. അപ്പം നമ്മുടെ ഈ എലസ്കോ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനൊരു പരിഹാരം ഉണ്ട് കേട്ടോ. എന്താണെന്നല്ലേ, വാ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ എലസ്കോയുടെ റിവേഴ്സ് ഗിയർ. ഈ ഗിയറിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, വണ്ടി മൂവ് ചെയ്യുക. അപ്പം നമ്മൾ ഇന്ന് സംസാരിച്ചതും അറിഞ്ഞതും ഒക്കെ എലസ്കോ ഇലക്ട്രിക് സ്കൂട്ടറിനെ സംബന്ധിച്ചാണ്. അപ്പോൾ എലസ്കോയെ കുറിച്ചുള്ള നിങ്ങളുടെ ഡൗട്ടും ഏകദേശം ക്ലിയർ ആയെന്ന് ഞാനും വിശ്വസിക്കുന്നു. അപ്പോൾ മെയിൻലി നമ്മൾ എടുത്തു പറയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. 18 വയസ്സാവാൻ നിങ്ങൾ കാത്തു നിൽക്കേണ്ട. അതേപോലെ തന്നെ ടാക്സ് ഇല്ല, ലൈസൻസ് വേണ്ട, ഹെൽമെറ്റും നിർബന്ധമല്ല. പക്ഷെ നമ്മൾ ഏത് വണ്ടി യൂസ് ചെയ്താലും നമ്മുടെ സേഫ്റ്റി നമ്മൾ ഉറപ്പാക്കുന്ന കാലത്തോളം നമ്മൾ ഹെൽമെറ്റ് വെച്ചുകൊണ്ട് തന്നെ പോവുക. അപ്പം നമ്മുടെ ഈ ഒരു വർദ്ധിച്ചു വരുന്ന വില വർധനവിൽ ഫ്യൂവലിനൊക്കെ നമുക്ക് തന്നെ അറിയാം ഡേ ടു ഡേ നല്ല രീതിയിലുള്ള വില വർധനവ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ചോയ്സ് തന്നെയാണ് എലസ്കോ ഇലക്ട്രിക് സ്കൂട്ടർ. അപ്പോൾ എങ്ങനെയാ, വാങ്ങിയാലോ?